അടുത്ത സെക്ഷൻ 4.5 ഡയമെൻഷൻ. ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് പി ഡിനോട്ട് ചെയ്യുന്നത് ഡയമെൻഷൻ ബി, DIM ബ്രാക്കറ്റ് ബി ആണ്. അത് എന്താണ്? ഒരു ബേസിസിലുള്ള എലമെൻസിൻ്റെ എണ്ണമായിരിക്കും ഡയമെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബേസിസിൽ എത്ര എലമെൻ്റ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ് ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് സീറോ സ്പേസ് എന്ന് പറയുന്നത് ഇതിന് ഡയമെൻഷൻ 0 എന്നാണ് ഡിഫൈൻഡ് ആകുന്നത്. 0 മാത്രമുള്ള വെക്ടർ സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ 0 ആണ്. ഇനി സാധാരണ ആറേഷൻ്റെ ഡയമെൻഷൻ n ആണ്. അതുപോലെ PN എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണ്. കാരണം നമുക്കറിയാം അതിൻ്റെ ബേസിസിൽ n+1 എലമെൻറ്റ്സ് ഉണ്ട്. നേരത്തെ അറിയാമല്ലോ, ഒരു ബേസിസ് 1x, x² എക്സെട്ര x⁻n എന്നുള്ള ബേസിസിൽ n+1 എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഡയമെൻഷൻ n+1 ആയിരിക്കും. പിന്നെ M23 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ഓഫ് ഓർഡർ 2/3, 2 റോയും 3 കോളുള്ള എല്ലാ മെട്രിസസും 2/3 മെട്രിസസ്. അതിൻ്റെ ബേസിസിൽ 2 × 3 6 എലമെൻറ്റ്സ് ഉണ്ടാവും. ആ 6 എലമെൻറ്റ്സ് മെട്രിസസിൻ്റെ ആയിരിക്കുമല്ലോ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് M1, M2 എക്സെട്ര M6 വരെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്? M1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്ലേസിൽ 1 ഉള്ളത്, M2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്ലേസിൽ 1 ഉള്ളത്, M3 എന്ന് പറഞ്ഞാൽ തേർഡ് പ്ലേസിൽ 1, ഇങ്ങനെ M6 വരെ ഇങ്ങനെ 6 വെക്ടേഴ്സ് ഉണ്ടാവും. ഇതൊരു സ്റ്റാൻഡേർഡ് ബേസിസാണ്. ഇതിൻ്റെ M23യുടെ സ്റ്റാൻഡേർഡ് ബേസിസാണ്. നമുക്കൊരു തിയറം നോക്കാം. നമുക്കറിയാം, സ്പേസിൻ്റെ സബ് സ്പേസ് W എന്ന് പറഞ്ഞത് ഒരു V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആയിരിക്കും. സബ് സ്പേസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് W ഫൈനൈറ്റ് ഡയമെൻഷനായിരിക്കും. ബിൻ്റെ സബ്ബാണ് W. അപ്പോൾ B ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ W ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിരിക്കും. മാത്രമല്ല W ഡയമെൻഷൻ B ഡയമെൻഷനുകൾ കുറവായിരിക്കും. ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ഡയമെൻഷൻ ഓഫ് B. പിന്നെ വേറൊരു കാര്യം, ഇത് രണ്ട് സ്പേസും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? W ഈക്വൽ ടു P ആണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് W ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് B ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തിയറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രൂഫ് ചോദിക്കും, പഠിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഭാഗം, അതായത് V ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ സബ് സ്പേസ് ആയിട്ട് വരുന്ന W ഫൈനൈറ്റ് ഡയമെൻഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതങ്ങനെയല്ല എന്ന് വിചാരിക്കുക. W ഈസ് നോട്ട് ഫൈനൈറ്റ് ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് കൊണ്ട് അതിനെ സ്പാൻ ചെയ്യാൻ പറ്റില്ല, അറിയാലോ. പക്ഷേ നമുക്ക് B എന്ന് പറഞ്ഞ ഫൈനൈറ്റ് ഡയമെൻഷനാണ്, Bൻ്റെ സബ്ബാണ് W. അതുകൊണ്ട് Vനെ എല്ലാ എലമെൻറ്റ്സും സ്പാൻ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഈ V1, V2 എക്സെട്ര B കൊണ്ട്, കാരണം ബേസിസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ W അതിനുള്ളിലല്ലേ, അപ്പോൾ W എലമെൻറ്റ്സിനെയും ഇതുകൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അത് ഫൈനൈറ്റ്ലി മെയിൻ എലമെൻറ്റ്സ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അത് കോൺട്രഡിക്ഷനാണ്. നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് ഡയമെൻഷനാണെന്ന് വിചാരിച്ചാൽ ഫൈനൈറ്റ്ലി മെയിൻ എലമെൻറ്റ്സ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിൻ്റെ ഉള്ളിലാണ് W, B ഫൈനൈറ്റ് ഡയമെൻഷനാണ്. ബിനെ നമുക്കൊരു ഫൈനൈറ്റ് n, അതായത് B1, B2 എക്സെട്ര BN കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബിനുള്ളിലല്ലേ W. അപ്പോൾ W എലമെൻറ്റ്സിനെല്ലാം ഈ പറഞ്ഞ n എലമെൻറ്റ്സ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അത് ഫൈനൈറ്റ്ലി മെയിൻ സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അതൊരു കോൺട്രഡിക്ഷനാണ് ഇതിന്. നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നോട്ട് ഫൈനൈറ്റ് ഡയമെൻഷൻ വിചാരിച്ചാൽ ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം W ഫൈനൈറ്റ് ഡയമെൻഷനായിരിക്കും. രണ്ടാമത്തെ പാർട്ട് ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ഡയമെൻഷൻ ഓഫ് P എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു S എന്ന് പറഞ്ഞ ഒരു ബേസിസ് എടുക്കുക W-ൻ്റെ, അതിൽ M എലമെൻറ്റ്സ്. മറ്റത് ബേസിസിൽ n എലമെൻറ്റ്സ് ആണ് Vൻ്റെ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ഡയമെൻഷൻ ഓഫ് B എന്നാണ്. അതായത് M ഇതിലുള്ള എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ n എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ S ഈസ് എ ബേസിസ് ഓഫ് V ഓൾസോ. അതായത് ഈ എടുത്ത W-ൻ്റെ ബേസിസ് Vൻ്റെ ബേസിസ് ആണെങ്കിൽ രണ്ടും ഡയമെൻഷൻ ഓഫ് Bയും M തന്നെ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് B M ആയിരിക്കും. അപ്പോൾ രണ്ട് ഈക്വൽ ആവും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഈക്വൽ ആവാൻ. ഇപ്പോൾ S ഈസ് നോട്ട് എ ബേസിസ് ഫോർ B, ബേസിസ് അല്ല എങ്കിൽ S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. കാരണം ബേസിസ് അല്ലേ W. അപ്പോൾ ലീനിയർ ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ അതിനെ എൻലാർജ് ചെയ്യാൻ പറ്റും. കുറച്ച് ബേസ് എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്ത് എൻലാർജ് ചെയ്യാൻ പറ്റും. ഏതിൻ്റെ? Vൻ്റെ ബേസിസിലേക്ക്. V ആണ് വലുത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് B എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ M ആയിരിക്കും, ഈക്വൽ ഡയമെൻഷൻ ഓഫ് W. അപ്പോൾ രണ്ട് കേസ് എടുത്താൽ ഈക്വാലിറ്റിയും വരാം, ലെസ് ദാനും വരാം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത കേസ് ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ, W-യും V-യും ഈക്വൽ ആണെങ്കിൽ ക്ലിയർ ആയിട്ടും അതിൻ്റെ ഡയമെൻഷൻ രണ്ട് ഈക്വൽ ആയിരിക്കും. തിരിച്ച് ഡയമെൻഷൻ രണ്ട് ഈക്വൽ ആണെങ്കിൽ W-യും B ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് ഡയമെൻഷൻ ഓഫ് W ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് P. അപ്പോൾ S എന്ന് പറഞ്ഞത് ഒരു ബേസിസ് ഫോർ W എടുക്കുക. സോ ദാറ്റ് ബേസിസ് ആണെങ്കിൽ സ്പാൻ S W ആയിരിക്കും, അല്ലേ? സ്പാൻ S W ആയിരിക്കും. അപ്പോൾ S നോട്ട് എ ബേസിസ് ഫോർ B ആണെങ്കിൽ ദെൻ S കനോട്ട് ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ B, അല്ലേ? S ഈസ് നോട്ട് എ ബേസിസ് ഫോർ B. അപ്പോൾ ദെൻ S കനോട്ട് ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ B.
എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ എം ആണ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. അപ്പോൾ കോൺട്രഡിക്ഷനായി. ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം എസ് ഈസ് എ ബേസിസ് ഓഫ് ബി ഓൾസോ. അപ്പോൾ സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ വി ആവാം. അപ്പോൾ സ്പാൻ എസ് ഡബ്ല്യു ആവാം, സ്പാൻ എസ് വി ആവാം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി എന്ന രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത്. അത് പഠിക്കാൻ പറ്റുമോ നോക്കുക, ക്ലിയറാണ്. ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ.